നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിലെ ആദ്യ മത്സരത്തിന് വേണ്ടി വമ്പന്മാരായ അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ മൊറോക്കോയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. ഫ്രാൻസിലെ സെന്റ് എറ്റിനിയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഹവിയർ മസ്റാനോയാണ്. ക്യാപ്റ്റൻ ആയിക്കൊണ്ട് സൂപ്പർ താരം നിക്കോളാസ് ഓട്ടമെന്റിയാണ് ഇപ്പോൾ ഉള്ളത്. അർജന്റീനയുടെ അണ്ടർ 23 ടീമിൽ ഇടം നേടാൻ ജൂലിയാനോ സിമയോണിക്ക് കഴിഞ്ഞിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് പരിശീലകനായ ഡിയഗോ സിമയോണിയുടെ ചെറിയ മകനാണ് ജൂലിയാനോ സിമയോണി. ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അദ്ദേഹം അർജന്റീന ടീമിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് ക്ലബ്ബായ അലാവസിന് വേണ്ടിയായിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം കളിച്ചിരുന്നത്. ഏതായാലും അർജന്റീനയുടെ ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. വെറുതെ നടക്കാൻ വേണ്ടിയല്ല തങ്ങൾ പാരീസിലോട്ട് വന്നത് എന്നാണ് ജൂലിയാനോ സിമയോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റവും മികച്ചത് നൽകും. 100% മത്സരത്തിനായി ഞങ്ങൾ സമർപ്പിക്കും. ഇതൊരു ഷോർട്ടായിട്ടുള്ള ടൂർണമെന്റ് ആണ്. ഇവിടെ പിഴവുകൾ വരുത്തി വെക്കാൻ പാടില്ല. അർജന്റീനയെ ഒന്നാമന്മാരാക്കണം. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ വെറുതെ പാരീസിലൂടെ നടക്കാനോ ചുറ്റിക്കറങ്ങാനോ വന്നതല്ല. അത് ഞങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. ഇതാണ് ജൂലിയാനോ സിമയോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു അർജന്റീനക്ക് വേണ്ടി സിമയോണി അരങ്ങേറ്റം കുറിച്ചിരുന്നത്. ആ മത്സരത്തിൽ തന്നെ 2 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇതോടുകൂടിയാണ് ഒളിമ്പിക്സിലേക്കുള്ള ടീമിൽ പരിശീലകനായ മസ്റാനോ ഈ ഒരു താരത്തെ ഇപ്പോൾ പരിഗണിച്ചിട്ടുള്ളത്. നിലവിൽ ലോൺ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.